സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളിന്ന് ദുഃഖവെള്ളിയാഴ്ചയുടെ വലിയ ആഘോഷത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. കുരിശിന് വഴിയൊക്കെ പൂർത്തിയാക്കിയ നമ്മൾ ഈശോമിശിഹായുടെ കുരിശുമരണത്തെ ഓർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഈശോയുടെ നഗരി കാണിക്കലും കബറടക്കവുമൊക്കെ അതിലേക്കൊക്കെ ഉടനെ നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണല്ലോ. ദുഃഖവെള്ളി അല്ലെങ്കിൽ ഇടാനുഭവ വെള്ളി എന്നാണ് ഈ ദിവസത്തെ നമ്മൾ മലയാളത്തിൽ വിശേഷിപ്പിക്കുന്നത്. വലിയ ദുഃഖം പറ്റി നിൽക്കുന്ന നമ്മുടെ വിശ്വാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഈശോമിശിഹായുടെ വീടുകളിലേക്ക് മരിച്ചതിനെ നമ്മൾ ഓർക്കുന്ന ഈ വെള്ളിയാഴ്ച സത്യമായും ദുഃഖവെള്ളിയാണ്. കാരണം മാനുഷികമായ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈശോയുടെ മരണത്തെ കുറിച്ച് നമ്മൾ ഓർക്കുന്നു. തിന്മ മരണം വിജയം വരിച്ച ഒരു ദിവസമാണ്. നന്മയുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിച്ച ഒരു ദിവസമാണെന്ന് തോന്നിപ്പോകാം. പക്ഷെ ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി ഇതിൽ വിധിച്ച ദിവസത്തിന് പറയുന്ന പേരാണ് ഈ ഇടാനുഭവ വെള്ളി. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി സാധ്യമായ തിന്മയുടെ മേൽ നന്മ വിജയം വരിച്ച വെള്ളിയാണ് ദുഃഖവെള്ളി, ഗുഡ് ഫ്രൈഡേ. ഇവിടെ വരെ പെസഹ ദിനത്തിൽ ഈശോമിശിഹ മരിക്കണമെന്നുള്ളത് അത് അവിചാരിതമായി സംഭവിച്ച ഒരു കാര്യമല്ലായിരുന്നു. പെസഹ ദിനത്തിൽ തന്നെ തന്റെ മരണം സംഭവിക്കണമെന്ന് അവൻ നേരത്തെ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ദിനത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാടുകളെ നാം കാണാറുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽക്കാരുടെ അടിമത്തത്തിൽ നിന്ന് അവർ വിമോചിതരാകുന്ന രാത്രിയിൽ സംഹാരദൂതൻ അവരുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കുഞ്ഞാടിന്റെ രക്തം അവരുടെ കട്ടിളപ്പടികളിൽ പതിച്ചത് അവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഊനമറ്റ കുഞ്ഞാട് വേണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. ആ ഊനമറ്റ കുഞ്ഞാടിന്റെ രക്തം എങ്ങനെയാണോ ഇസ്രായേൽക്കാരെ ആ ദിവസം മരണത്തിൽ നിന്ന് രക്ഷിച്ചത്, പിന്നീടുള്ള ഓരോ വർഷങ്ങളിലും അവരിതിന്റെ ഓർമ്മ ആചരിക്കുമ്പോൾ വീണ്ടും വീണ്ടും എത്രയോ കുഞ്ഞാടുകൾ, ഊനമറ്റ കുഞ്ഞാടുകൾ ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട്, അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായിട്ട്, അവരടിമത്തത്തിൽ നിന്ന് കടന്നു വന്നതിന്റെ ഓർമ്മയ്ക്കായിട്ട് എത്രയോ കുഞ്ഞാടുകൾ മരിച്ചിട്ടുണ്ട്. ആ കുഞ്ഞാടുകളുടെ നീണ്ട നിരയിലേക്ക് അത് ഈശോമിശിഹായിൽ പ്രവേശിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലാണ് ആദ്യമായിട്ട് ഇതുപോലെ മനുഷ്യന് വേണ്ടി ബലിയാകുന്ന ഒരു കുഞ്ഞാടിനെ നമ്മൾ കണ്ടുമുട്ടുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായത്തിൽ അവർ പാപം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുമ്പോൾ അവർ അത്തിയിലകൾ തുന്നിച്ചേർത്ത് ഒരു വസ്ത്രം തയ്ക്കുകയാണ്. പാപം തന്ന, മരണം തന്ന ആ നഗ്നതയ്ക്ക് ഈ അത്തിയിലകളൊന്നും പോരാതെ വരുമെന്ന് മനസ്സിലാക്കിയ ദൈവം മനുഷ്യന്റെ നഗ്നം മറയ്ക്കാൻ ആദ്യമായി ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിക്കുകയാണ്. ഒരു കുഞ്ഞാടിന്റെ തോല് കൊണ്ടാണ് അവർക്ക് വസ്ത്രം ആദ്യമായി തയ്ക്കപ്പെട്ടത്. വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അബ്രാഹാം മകൻ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ വേണ്ടി ബലിവസ്തുക്കളെല്ലാമായി മോറിയ മലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇസഹാക്കിനെ കൊല്ലാൻ വേണ്ടി കത്തി കയ്യിലെടുത്ത അബ്രാഹത്തെ തടഞ്ഞുകൊണ്ട് മലാഖ പറയുകയാണ്, അവനെ കൊല്ലരുത്, നിന്റെ ബലിയർപ്പണം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇസഹാക്കിന് പകരം ബലിയർപ്പിക്കാനായി ദൈവം തന്നെ ക്രമീകരിച്ച മുൾച്ചെടികൾക്കിടയിൽ ഉടക്കിക്കിടന്ന മറ്റൊരു കുഞ്ഞാടിനെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വീണ്ടും കാണുകയാണ്. പാപപരിഹാര ദിനത്തിൽ, ഇസ്രായേലിന്റെ യോം കിപ്പൂർ ദിനത്തിൽ അവർ ബലിയർപ്പിച്ചിരുന്ന 2 കുഞ്ഞാടുകളുണ്ട്. ആദ്യത്തെ കുഞ്ഞാടിന്റെ ശിരസിന്മേൽ അവർ കൈകൾ വെച്ച് പ്രധാന പുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ ജനത്തിന് മുഴുവനും തന്റെ തന്നെയും പാപത്തിന് പരിഹാരമായി ഒരു കുഞ്ഞാടിന്റെ ശിരസിൽ കൈകൾ വെച്ച് പാപം മുഴുവനും ആരോപിക്കുകയാണ്. എന്നിട്ട് ആ കുഞ്ഞാടിനെ വിജനതയിലേക്ക്, മരുഭൂമിയിലേക്ക് ഇറക്കി വിടുകയാണ്, വന്യമൃഗങ്ങളാൽ പിച്ചി ചീന്തപ്പെടുവാൻ വേണ്ടി. ഈശോയുടെ മരണവുമായിട്ട് സാമ്യമുള്ള ഒരു മരണം അതിനും ലഭിക്കുകയാണ്. മറ്റൊരു കുഞ്ഞാടിനെ അവരെ ബലിയർപ്പിക്കുകയാണ്. ആ രക്തം മുഴുവനും ഈ ജനത്തിന്റെ മേൽ തളിച്ചുകൊണ്ട്, രക്തത്തിലൂടെ ലഭിക്കുന്ന പാപമോചനം പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും ഒരു കുഞ്ഞാടിനെ അവർ പാപപരിഹാര ദിനത്തിൽ കൊല്ലുകയാണ്. ഈശോയുടെ രക്തവും തളിക്കപ്പെട്ടു. അവർ പറഞ്ഞു, അവന്റെ മേൽ, അവന്റെ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും മേൽ വീണ്ടുകൊള്ളട്ടെ. ആ രക്തം, ഈശോയുടെ രക്തം, മനുഷ്യകുലത്തിന്റെ പാപത്തിന് പരിഹാരമായി തീർന്നു. യഹൂദന്മാരുടെ പെസഹ ആചരണത്തിൽ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ പെസഹ ആചരണം ആരംഭിക്കുന്നത് ദേവാലയത്തിൽ കുഞ്ഞാടുകളെ പ്രധാന പുരോഹിതൻ കൊന്നുകൊണ്ടാണ്. പെസഹായ്ക്ക് വേണ്ടിയുള്ള ആദ്യത്തെ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്നത് പ്രധാന പുരോഹിതനാണ്. ഏകദേശം ഈശോയുടെ മരണത്തിന്റെ അതേ സമയത്ത് തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിവരണത്തിൽ എപ്പോഴാണ് ഈശോ മിശിഹ ദേവാലയം കാൽവരിയിൽ കുരിശിൽ മരിക്കുന്നത്, അതേ സമയത്ത്
സമയം തന്നെ അതിന് എതിർവശത്തുള്ള ജെറുസലേം ദേവാലയത്തിന്റെ അൾത്താരയിൽ അത് പെസഹ കുഞ്ഞാട്, ആദ്യത്തെ കുഞ്ഞാട് മരണം വരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിഷ്കളങ്കരായിരുന്നിട്ടും ഊനമറ്റവരായിരുന്നിട്ടും പാപപരിഹാരത്തിന് വേണ്ടി കൊല്ലപ്പെട്ട കുഞ്ഞാടുകളുടെ ആ നീണ്ട നിരയിലേക്ക് അവൻ അവസാനമായി പ്രവേശിക്കുകയാണ്. സ്നാപകനായ ഈശോ മിശിഹായെ കണ്ടുകൊണ്ടുന്ന ആദ്യത്തെ അവസരത്തിൽ അവനെ കുറിച്ച് പറയുന്നത് ഇതാണല്ലോ, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 53-ാം അധ്യായം 5-ാമത്തെ സുവിശേഷം എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. ഈശോ മിശിഹ മരിച്ചുദ്ധാനം ചെയ്തതിനു ശേഷം ശ്ലീഹന്മാർ നടത്തിയ എല്ലാ പ്രബോധനങ്ങളും അതിന്റെ എല്ലാം കേന്ദ്ര വിഷയം ഈശോ മിശിഹായുടെ പരസ്യ ജീവിതമൊന്നുമല്ലായിരുന്നു, അവൻ പഠിപ്പിച്ച കാര്യങ്ങളൊന്നുമല്ലായിരുന്നു. അവന്റെ സഹനവും മരണവും ഉത്ഥാനവും മാത്രമായിരുന്നു ശിഷ്യന്മാർക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ 2-ാം അധ്യായത്തിലെ പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗവും തുടർന്നുള്ള എല്ലാ ശിഷ്യന്മാരുടെ പ്രസംഗത്തിന്റെയും വിഷയം ഒന്ന് തന്നെയാണ്, ഈശോ മിശിഹായുടെ സഹനവും മരണവും ഉത്ഥാനവും. സുവിശേഷ പണ്ഡിതന്മാർ പറയുന്നത് എല്ലാ സുവിശേഷത്തിലും ആദ്യം എഴുതപ്പെട്ടത് അതിന്റെ അവസാന 3 അധ്യായങ്ങളാണ്. ഈശോ മിശിഹായുടെ സഹനവും മരണവും ഉത്ഥാനവും വിവരണമാണ് എല്ലാ സുവിശേഷങ്ങളിലും ആദ്യമേ എഴുതപ്പെട്ടത്. ഇതിനോട് ചേർത്ത് വെക്കാവുന്ന ഭാഗമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിലെ ആദ്യത്തെ 12 വാക്യങ്ങൾ. സഹനദാസനെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നമ്മളോട് വായിച്ചു കേൾക്കുകയാണ്, അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടും, അവനെ കണ്ടവർ അമ്പരന്ന് പോയി. മനുഷ്യനെന്ന് തോന്നാതിരുത്തും അവൻ വിരൂപനായിരുന്നു. അവന്റെ രൂപം മനുഷ്യനുടേതല്ല. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ രക്ഷണങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നമ്മുടെ അകൃത്യങ്ങളിൽ കർത്താവ് അവന്റെ മേൽ ചുമത്തുകയായിരുന്നു. എങ്കിലും അവനൊന്നും ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ ഒന്നും ഉരിയാടിയില്ല. എന്താണ് പീഡാനുഭവത്തിന്റെ അർത്ഥം? നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് അവൻ മരിക്കുകയാണ്. അവന്റെ മരണം നമുക്ക് രക്ഷ നൽകുകയാണ്. ഇതാണ് പീഡാനുഭവത്തിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹായുടെ പീഡാസഹനത്തെ കുറിച്ച് നമ്മൾ വായനകളിൽ വായിച്ചു കേട്ടതിലൂടെ വേഗത്തിൽ ഒരു സഞ്ചാരം നമുക്ക് നടത്താം. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഈ ദിവസം. അവന്റെ അന്ത്യത്താഴത്തിനാണ് അവന്റെ സഹനത്തിന്റെ യാത്ര ആരംഭിക്കുന്നത്. അന്ത്യത്താഴത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. പെസഹ ഭക്ഷണത്തിന് ശേഷമാണ് അവൻ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. അവന്റെ പെസഹ ഭക്ഷണമല്ലായിരുന്നു അവൻ കുർബാന സ്ഥാപനത്തിലൂടെ നടത്തിയത്. പെസഹ ഭക്ഷണത്തിന് ശേഷം അവൻ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് കൈകളിൽ ഏന്തിക്കൊണ്ട് പറഞ്ഞു, ഇത് എന്റെ രക്തമാണ്, പാപമോചനത്തിനായി നൽകപ്പെടുന്നു. ഇതെന്റെ ശരീരമാണ്, പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്നു. നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, പാനം ചെയ്യുവിൻ എന്ന് ഈശോ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് ശരീരത്തിൽ നിന്ന് രക്തം വേർപെടുന്നത്? എല്ലാ മനുഷ്യന്റെയും മരണത്തിന്റെ അവസരത്തിൽ മാത്രമാണ് ശരീരത്തിൽ നിന്ന് രക്തം വേർപെടുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയിൽ എന്ന പോലെ പ്രതീകാത്മകമായിട്ട് ആ സിഹിയോൻ മാളികമുറിയിൽ അവൻ വിവരിച്ചത്, അവൻ കൊണ്ടാടിയത്, അവൻ ആഘോഷിച്ചത് അവന്റെ മരണത്തെ തന്നെയാണ്. അവൻ കാല് കഴിയുമ്പോൾ അത് ഇല്ലാതായതും അവന്റെ മരണത്തിന്റെ അടയാളമായി തന്നെയാണ്. സിഹിയോൻ മാളികമുറിയിൽ തലേ ദിവസം പിറ്റേന്ന് വെള്ളിയാഴ്ച സംഭവിക്കാനിരിക്കുന്ന മരണത്തെ മുഴുവനും അവൻ പ്രതീകാത്മകമായി അവരുടെ മുൻപിൽ വിവരിക്കുകയായിരുന്നു. തുടർന്ന് അവര് പീഡാനുഭവ യാത്ര ഒലിവ് തോട്ടത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. അവന്റെ പ്രാർത്ഥന ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ ആത്മാവിത മരണത്തോളം എത്തിയിരിക്കുന്നു. ഈശോ മിശിഹ ദൈവമാണെങ്കിലും അവന്റെ മനുഷ്യത്വത്തിന്റെ പൂർണ്ണത വിളിച്ചു ചൊല്ലുന്ന പ്രസ്താവനയാണ് എന്റെ ആത്മാവിത മരണത്തോളം എത്തിയിരിക്കുന്നു. സഭാപിതാക്കന്മാർ ഇതിനെ കുറിച്ച് പറയുന്നത്, ഈശോ ദുഃഖിക്കാനുള്ള കാരണം അവൻ പിറ്റേ ദിവസം ഏൽക്കേണ്ടി വരുന്ന ചാട്ടവാറടികളെ കുറിച്ച് ഓർത്തിട്ടോ, അവൻ ധരിക്കാൻ പോകുന്ന മുൾമുടിയെ കുറിച്ച് ഓർത്തിട്ടോ, അവൻ ചുമക്കാൻ പോകുന്ന കുരിശിനെ കുറിച്ച് ഓർത്തിട്ടോ ഒന്നുമല്ല. അവൻ ദുഃഖിച്ചത്, അവൻ വേദനിച്ചത് തന്നെ ശിക്ഷിക്കാൻ പോകുന്ന യഹൂദരുടെ രക്ഷ അവൻ കാണാത്തത് കൊണ്ടാണ്. തന്റെ രക്തത്തിന് കാരണക്കാരായ യഹൂദരൊന്നും രക്ഷപ്പെടുന്നില്ലല്ലോ എന്ന് ദുഃഖിച്ചിട്ടാണ്. പ്രിയമുള്ളവരെ, ഇന്നും അവൻ കരയുന്നത്. അവന്റെ കരച്ചിലിന്റെ കാരണം, അവന്റെ ആത്മദുഃഖത്തിന്റെ കാരണം നമ്മുടെ പാപങ്ങൾ തന്നെയാണ്. അവൻ ഇത്രത്തോളം സഹിച്ചിട്ടും
എന്തുകൊണ്ട് ഈ മനുഷ്യകുലം രക്ഷപ്പെടുന്നില്ല എന്നുള്ള വേദനയാണ് അവൻ ദുഃഖിക്കാൻ കാരണം. അവന്റെ രക്ഷയുടെ ഭാഗമാകാൻ തയ്യാറാകാതെ പുറംതിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യകുലം തന്നെയാണ്, നമ്മളെ പോലുള്ള ചില മനുഷ്യരുടെ പാപങ്ങൾ തന്നെയാണ് അവൻ ദുഃഖിക്കാൻ കാരണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, അവനെ വിശ്വസിക്കുന്നവർ അവൻ തിന്മ ചെയ്താലും രക്ഷിക്കപ്പെടും, എന്നാൽ അവനെ വിശ്വസിക്കായ നിമിത്തം മാത്രം ശിക്ഷിക്കപ്പെടുമെന്ന്. ഈശോമിശിഹായെ വിശ്വസിച്ചവരെല്ലാവരും അവർ പാപം ചെയ്തിട്ടും അവർ രക്ഷിക്കപ്പെടും, അതിനുള്ള വിലയാണ് അവൻ സ്വന്തം രക്തത്താൽ നൽകിയത്. എന്നാൽ ഈശോമിശിഹായെ വിശ്വസിക്കാത്തവർ ആ പാപത്തിൽ തന്നെ മരണമടയും എന്നുള്ള കാര്യം ഈശോമിശിഹായിൽ നമ്മൾ വായിച്ചെടുക്കുകയാണ്. അവന്റെ രക്തത്തിന്റെ കുറ്റക്കാരായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അവൻ ദാഹിച്ചത്, അതിനുവേണ്ടിയാണ് അവൻ കരഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുകയാണ്, ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ രാത്രിയിൽ ജാഗ്രതയോടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. ശരിയാണ്, നമ്മുടെ ശരീരങ്ങളൊക്കെ ബലഹീനമാണ്, പാപത്തിലേക്ക് ചരിഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ശരീരങ്ങൾ. ഈ ശരീരങ്ങൾക്ക് ജീവനേകാൻ, രക്ഷ നൽകാൻ വേണ്ടിയാണ് അവൻ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നമുക്ക് എല്ലാവർക്കും നൽകിയത്. അതേ ആത്മാവ് സന്നദ്ധമാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. മാമോദീസായിൽ നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സന്നദ്ധമാണ്. പക്ഷേ ഈ ആത്മാവിനോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ പലപ്പോഴും നമ്മുടെ ശരീരങ്ങൾ ബലഹീനമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ജാഗ്രതയോടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. വിശുദ്ധ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ, നമ്മുടെ മുമ്പത്തെ മാർപ്പാപ്പ, ഇതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ജാഗ്രതയോടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദുഷ്ടശക്തികൾ സഭയുടെ ഉള്ളിൽ കടന്നുകൊള്ളുമെന്ന് നിങ്ങൾ വിചാരിച്ചു കൊള്ളുവിൻ. നമുക്കൊക്കെ നേരിടുന്ന നിരവധികളായിട്ടുള്ള വിശ്വാസ പ്രതിസന്ധികൾ ഈ അർത്ഥത്തിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടതാണ്. നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ, നമ്മുടെ നിസ്സംഗതകൾ, നമ്മുടെ നിരാശകൾ, വിശുദ്ധമായവയെ പോലും ദൈവികമായവയെ പോലും നിസ്സാരമായിട്ട് കളിപ്പന്ത് പോലെ കൈവിട്ട് തട്ടുന്ന നമ്മുടെ സ്വഭാവമൊക്കെ ഈ തരത്തിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടതാണ്. നമ്മുടെ ശരീരത്തിലെ ബലഹീനതകളാണ് ഇതൊക്കെ. പരിശുദ്ധാത്മാവിനോട് സഹകരിക്കാൻ തയ്യാറാകാതെ നമ്മൾ ചെയ്തു പോകുന്ന വലിയ പാപങ്ങളാണ് ഇതൊക്കെ. പ്രാർത്ഥനയിലൂടെ ഈ നിരാശയും ബലഹീനതകളൊക്കെ അകറ്റണമെന്നാണ് ആ രാത്രിയിൽ ഈശോയ്ക്ക് നമ്മളോട് പറയാനുണ്ടായിരുന്നത്. വീണ്ടും പീഡാനുഭവയാത്ര മുന്നോട്ട് നിൽക്കുമ്പോൾ അവന്റെ പ്രാർത്ഥന വീണ്ടും ഉയരുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന്. ഏതൊരു മനുഷ്യനെയും പോലെ അവന് പറയുകയാണ്, ദൈവമേ, എനിക്ക് സഹനം വേണ്ട, എന്നെ കൊണ്ടാവില്ല, എനിക്കിതൊന്നും സഹിക്കാനാവില്ല. ഏതൊരു മനുഷ്യനെ പോലെ നമ്മളെയും പോലെ അവനും പറയുകയാണ്. അവന്റെ മനുഷ്യത്വത്തിന്റെ പൂർണ്ണത വെളിവാക്കപ്പെടുന്ന സന്ദർഭമാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റിക്കളയണമേ. എങ്കിലും അവന്റെ പ്രാർത്ഥന അവിടെ നിൽക്കുകയല്ല. തുടർന്നും അവൻ പ്രാർത്ഥിക്കുകയാണ്, എങ്കിലും എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ. പിതാവേ, എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറാനിടയാകണമേ. പ്രിയപ്പെട്ടവരെ, എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് ദൈവത്തോട് നമ്മളെല്ലാം പറയുന്ന, സഹനത്തോട് ആമേൻ പറയുന്ന ആ നിമിഷത്തിലാണ് നമ്മളും ദൈവികരായി തീരുന്നത്. ഈശോ മിശിഹായെ പോലെ സഹനങ്ങളിലൂടെ അല്ലാതെ രക്ഷയില്ല എന്നുള്ള കാര്യം ഈശോ മിശിഹ ഈ അവസരത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സഹനങ്ങൾ വേണ്ട എന്ന് പറയുന്ന മാനുഷിക പ്രലോഭനങ്ങളെ കവച്ചു വയ്ക്കുവാൻ വേണ്ടി ഈശോ നമ്മളിവിടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അവൻ കമഴ്ന്നു കിടന്നുകൊണ്ട് രക്തം നീർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. സഭാപിതാവായമാർ അത്രയും ഇതിനെക്കുറിച്ച് പറയുകയാണ്. ഒരു തോട്ടത്തിൽ ആദ്യത്തെ ആദം അവൻ ചെയ്ത പാപം മൂലം ഉണ്ടായ ആ മുറിവിനെ മറ്റൊരു തോട്ടത്തിൽ വെച്ച് രക്തത്തിലൂടെ സൗഖ്യപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ആദമായ ഈശോ മിശിഹ തന്റെ രക്തത്തിലൂടെ പാപം മൂലമേറ്റ മുറിവുകൾ സുഖപ്പെടുത്തുകയാണ്. പീഡാനുഭവയാത്ര മുൻപോട്ട് നിൽക്കുമ്പോൾ അവന്റെ പ്രിയ ശിഷ്യനായിരുന്ന യൂദാസ് ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി കടന്നു വരികയാണ്. അവനെ പിടിച്ചുകൊണ്ട് പോകുവാൻ വേണ്ടി യഹൂദ പ്രമാണികളും പടയാളികളും ഒക്കെ കടന്നു വരികയാണ്. ചുംബിക്കാനായിട്ട് മുന്നോട്ട് വന്ന യൂദാസിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോ ചോദിക്കുകയാണ്, യൂദാസെ, ചുംബനം കൊണ്ടാണ് നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? ചുംബനം കൊണ്ട് വഞ്ചന, സഹനത്തിന്റെ അടയാളത്താൽ രചിക്കപ്പെട്ട ഒറ്റുകൊടുക്കൽ. ചങ്ക് നിർത്തുന്ന ഈ ചോദ്യം ഈശോ മിശിഹ നമ്മളോട് ചോദിക്കുന്നുണ്ട്. സ്നേഹിത, ചുംബനം കൊണ്ടാണോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? നമ്മൾ ചെയ്തു പോകുന്ന വലിയ പാപങ്ങളുടെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ അവൻ സ്നേഹപൂർവ്വം നമ്മളെ ആശ്ലേഷിച്ചുകൊണ്ട് ചോദിക്കും, സ്നേഹിത, ചുംബനം കൊണ്ട് നീ വീണ്ടും മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുകയാണ്. നമ്മുടെ സഹോദരന്മാരെ നമ്മൾ വഞ്ചിച്ചപ്പോൾ, കൂടെ നിന്നവരുടെ പോലും കുതികാലികൾ വെട്ടിയപ്പോൾ, നമ്മുടെയൊക്കെ സ്വന്തം ലാഭത്തിന് വേണ്ടി നമ്മളെ ചേർത്ത് നിർത്തിയവരെയൊക്കെ നമ്മൾ വഞ്ചിച്ചപ്പോഴൊക്കെ യൂദാസിന്റെ മണമാണ് നമുക്ക് ഏവർക്കും ഉണ്ടായിരുന്നത്. അപ്പോഴൊക്കെ ഈശോ മിശിഹായുടെ കരുണയുടെയും സ്നേഹത്തിലെയും
യൂദാസിനെ പോലെ നമ്മളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഈശോ നമ്മളോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ഇളക്കമില്ലാത്ത മനസ്സോടെ, കഠിന ഹൃദയത്തോടെ യൂദാസിനെ പോലെ ശിക്ഷയിലേക്ക് നടന്നു നീങ്ങുകയാണ്. പീഡാനുഭവയാത്ര മുൻപോട്ട് നിൽക്കുമ്പോൾ ആ ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് പത്രോസിന്റെ വാൾ പ്രയോഗം നമ്മൾ കാണുകയാണ്. വാളൊരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്തവൻ വാളെടുത്ത് വീശുകയാണ്. അവിടെ കൂടിയിരുന്ന ഒരു പടയാളിയുടെ ചെവി ഛേദിച്ച് താഴെയിടുകയാണ്. മനുഷ്യ പ്രയത്നം കൊണ്ട് രക്ഷ സാധ്യമാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന സകലരുടെയും പ്രതീകമായിട്ടാണ് പത്രോസ് സ്ലീഹ അവിടെ നിൽക്കുന്നത്. ഇതാദ്യമായിട്ടല്ല പത്രോസ് സഹനം വേണ്ട എന്ന് പറഞ്ഞ് കയ്യിൽ കാര്യങ്ങൾ എടുക്കുന്നത്. മുമ്പും സഹനത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് പത്രോസ് സ്ലീഹ പറഞ്ഞിട്ടുണ്ട്, നീ ഇതൊന്നും വേണ്ട. അന്നൊരു സ്നേഹപൂർവ്വം അവനെ ശകാരിക്കുന്ന ഈശോയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് ഈശോ അവനെ ഓർമ്മിപ്പിക്കുകയാണ്, വാളെടുത്തവൻ വാളാൽ തന്നെയായിരിക്കും മരിക്കുന്നത്. അക്രമത്തിലൂടെ കാര്യങ്ങൾ സാധിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീകമായിട്ടാണ് പത്രോസ് സ്ലീഹ ആ രാത്രി അന്ന് അവിടെ നിൽക്കുന്നത്. അക്രമമല്ല, ക്ഷമയാണ്, സ്നേഹമാണ്, സഹനമാണ് വിജയത്തിലേക്കുള്ള വഴിയെന്ന് ഈശോ മിശിഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ സമുദായത്തിനെതിരെയും ഒക്കെ ഒത്തിരി സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളും അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്, നമ്മൾ കരുതിയിരിക്കണം, നമ്മൾ കോപ്പുകൾ കൂട്ടണമെന്നൊക്കെ. പക്ഷേ ഒരിക്കലും ഒരു സഭയും രക്തസാക്ഷിത്വത്തിലൂടെ അല്ലാതെ വളർന്നു വന്നിട്ടില്ല എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഈശോ മിശിഹായുടെ സഹനം നമ്മളെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. തുടർന്ന് ഈശോ മിശിഹ പറയുന്നത് ഇങ്ങനെയാണ്, എന്റെ പിതാവ് എനിക്ക് തന്ന കാസ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലേ. കുറച്ചു മുമ്പ് വരെ ഈ കാസ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ഈശോ മിശിഹായോട് വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ്. പ്രാർത്ഥനയിലൂടെ നേടിയ കരുത്തിലൂടെ അവൻ പറയുകയാണ്, എന്റെ പിതാവാണ് എനിക്ക് കാസ തരുന്നതെങ്കിൽ ഞാനത് പണ്ടുവരെ കുടിക്കും, സഹനം ഞാൻ ഏറ്റെടുത്തു കൊള്ളാമെന്ന്. മുറിഞ്ഞ ചെവിയുമായിട്ട് നിൽക്കുന്ന ആ പട്ടാളക്കാരനെ നോക്കി കരുണയോടെ ഈശോ മിശിഹ അവന്റെ മുന്നോട്ട് നടന്നു നീങ്ങുകയാണ്. അക്രമം കൊണ്ട് മുറിപ്പെട്ട എത്രയോ ഹൃദയങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. പത്രോസ് സ്ലീഹ വീശിയ വാള് പോലെ തന്നെയാണ് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ മുറിപ്പെടുത്തിയ ഹൃദയങ്ങൾ. പലരോടുമുള്ള നമ്മുടെ സംഭാഷണങ്ങൾ നമ്മൾ അവരെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും മുടങ്ങാനാകാത്ത വിധത്തിൽ എത്രയോ ഹൃദയങ്ങളാണ് നമുക്ക് ചുറ്റും മുറിപ്പെട്ട് കഴിയുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ പരസ്പരം സംസാരിക്കാനാകാത്ത വിധം അകന്നുപോയ എത്രയോ പേരുണ്ട്. ഒരിക്കലും ഉണങ്ങാത്ത എത്രയോ മുറിവുകൾ ബന്ധങ്ങളിൽ അവശേഷിക്കുന്നുണ്ട്. ആ വിടവുകൾ തീർക്കാൻ വേണ്ടി സൗഖ്യത്തിന്റെ കരനീട്ടി ഈശോ മിശിഹ ആ വിടവുകളെല്ലാം തീർക്കുകയാണ്. ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്, നാവുകൊണ്ട് മുറിപ്പെട്ട ഹൃദയങ്ങളെ പ്രിയമുള്ളവരെ സ്നേഹം കൊണ്ട് സുഖപ്പെടുത്തണമെന്ന്. നമ്മുടെ നാവുകൊണ്ട് നമ്മൾ ആരെയെങ്കിലും ഒക്കെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് അവരുടെ എല്ലാ ഹൃദയങ്ങൾ സുഖമാക്കണമെന്ന് ഈശോ മിശിഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് മാത്രമല്ല, കാൽവരി യാത്രയിൽ താൻ സഹനത്തിന്റെ യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ തനിക്ക് വേണ്ടി മറ്റാരും സഹിക്കരുതെന്ന് അവന് വാശിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജെറുസലേം പ്രവേശനത്തിൽ കഴുതയെ മാത്രമല്ല കഴുതക്കുട്ടിയെ കൂടെ ചേർക്കണമെന്ന് അവൻ വാശി പിടിച്ചത്. ആ അവസാന നിലവിളികൾക്കിടയിൽ അമ്മയെ കാണാതെ ഒരു കഴുതക്കുട്ടി പോലും കരയാൻ പാടില്ലെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴുതക്കുട്ടിയുടെ മേൽ അവൻ കടന്നു വന്നത്. വീണ്ടും സിഹിയോൻ മാളിക മുറിയിൽ സഹായിക്കാൻ ഒരുക്കിയ മറ്റൊരാളുണ്ട്. സിഹിയോൻ മാളിക മുറിയിൽ വെച്ച് അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ആ മനുഷ്യൻ അത് വലിയ ബുദ്ധിമുട്ടാകുമെന്ന് അറിഞ്ഞ ഈശോ മിശിഹ ഗെത്സമേൻ തോട്ടത്തിലേക്ക് നടന്നു നീങ്ങിയത് അവന്റെ കൂടി രക്ഷയെ, അവന്റെ കൂടി സഹനങ്ങളെ മാറ്റിവെച്ചുകൊണ്ടാണ്. ഇതുപോലെ തന്നെ ചെവി ഛേദിക്കപ്പെട്ട മാർക്കോസ് എന്ന് പറയുന്ന ആ പടയാളികളുടെ നേരെ കരുണയോടെ കരം നീട്ടുന്ന സഹനത്തിന്റെ പാത ഞാൻ മാത്രം ഒറ്റയ്ക്ക് നടന്നെങ്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സുഖപ്പെടുത്തുന്ന ഈശോയെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഇതിനെക്കുറിച്ച് മിലാനിലെ ബിഷപ്പായ വിശുദ്ധ അംബ്രോസ് പറയുന്നൊരു കാര്യമുണ്ട്. ഛേദിക്കപ്പെട്ട മാംസം പോലും അതിന്റെ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വീണ്ടും അത് ചെവിയോട് ഒട്ടിച്ചേർന്നത്. ഛേദിക്കപ്പെട്ട മാംസം പോലും അതിന്റെ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ആ രാത്രിയിൽ ആ ചെവി അതിന്റെ ഉറവിടത്തോട് ഒട്ടിച്ചു ചേർന്നു. പക്ഷേ അവനെ വിധിച്ച, അവന്റെ ചുറ്റും കൂടിയ അവന്റെ വാക്കുകൾ കേട്ട ജനമൊന്നും ആ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞില്ല ആ രാത്രിയിൽ. നമ്മളും പലപ്പോഴും ഇതൊക്കെ കണ്ടിട്ടും ഇതൊക്കെ കേട്ടിട്ടും എത്രയോ വർഷങ്ങളായിട്ട് പീഡാനുഭവ യാത്ര നമ്മൾ അവന്റെ കൂടെ നടന്നു നീങ്ങിയിട്ടും സൃഷ്ടാവിനെ തിരിച്ചറിയാത്തവരായിട്ട് നാമമൊക്കെ വീണ്ടും അവശേഷിക്കുകയാണ്. സിനിമാറ്റിക് സ്റ്റൈൽ ഈ ഇടയ്ക്കൊക്കെ നമ്മൾ കണ്ടുപോകുന്ന ഒരു ക്ലീശയാണ്. ഒരു ഹീറോ ഇങ്ങനെ ശത്രുക്കളെയെല്ലാം പഴിച്ചു വീഴ്ത്തുകയാണ്. അപ്പോഴാണ് വില്ലൻ ഹീറോയുടെ മകനെ കൊണ്ട് അവിടെ നിൽക്കുന്നത്. മകന്റെ ജീവൻ വേണമെങ്കിൽ അവൻ അനങ്ങാതിരിക്കണം.
മകന്റെ ജീവന് വേണ്ടി നിന്ന് തല്ലുകൊള്ളുന്ന ഹീറോയെ ഈ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുള്ള മിക്കവാറും സിനിമകളിൽ നമ്മൾ കാണുന്ന ഒരു ക്ലീശയാണ്. ഇതേ ക്ലീശ ഈശോയ്ക്കായി നമ്മൾ കണ്ടുകൊള്ളുകയാണ്. മക്കളുടെ പാപത്തിന് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്ന് തല്ലുകൊള്ളുന്ന ഒരപ്പനെ നമ്മുടെ ഈശോയിൽ കണ്ടുകൊള്ളുകയാണ്. പരിസേരുടെ മുമ്പിൽ, അവരുടെ ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ ഓക്കുമരം പോലെ കഠിനമായിരുന്ന ഈശോ മിശിഹായി ഞങ്ങളെ പോലെ ചുരുണ്ടു നിൽക്കുന്നതാണ് പീഡാനുഭവ ദിവസം നമ്മൾ കണ്ടുമുട്ടുന്നത്. എന്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ് അവൻ തല്ലുകൊണ്ടത്. പ്രധാന ഗുരുവിന്റെ അരമനയിലേക്ക് പീഡാനുഭവ യാത്ര നടന്നു നീങ്ങുകയാണ്. ആ രാത്രിയിൽ തന്നെ അന്നാസും കയ്യവാസും സംഘത്തിന് സംഘം മുഴുവനും സംഘടിക്കുകയാണ്. സകല യഹൂദ നിയമങ്ങളും കാറ്റിപ്പുറത്തിക്കൊണ്ട് ഈശോ മിശിഹായെ ശിക്ഷയ്ക്ക് വിധിക്കണമെന്ന് ആരോ മുൻകൂട്ടി എഴുതിയ തിരക്കഥ പോലെ അവിടെ ഈശോ മിശിഹായുടെ ചുറ്റും ഇവർ യഹൂദ പ്രമാണികൾ മുഴുവനും സംഘടിക്കുകയാണ്. അവന്റെ മേൽ ആരോപിക്കപ്പെടുന്ന കള്ളങ്ങളെല്ലാം പൊളിയുകയാണ്. അവരാരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവരിതാ ദേവാലയം തകർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ സംബന്ധിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരുടെ ദേവാലയം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. 1-2 വർഷം കൊണ്ട് പണിതൊന്നുമല്ല, വളരെ നീണ്ട കാലത്തെ അധ്വാനം കൊണ്ട് ദൈവം പറഞ്ഞു കൊടുത്ത മാതൃകയിൽ പണിതു തീർത്ത ജെറുസലേം ദേവാലയം അവരുടെ വിശ്വാസ കേന്ദ്രമാണ്. ഏകദേശം 40 അടിയോളം ഉയരം വരുന്ന, 100 ടണ്ണോളം ഭാരം വരുന്ന മാർബിൾ ശിലകൾ കൊണ്ട് പണിത ജെറുസലേം ദേവാലയം 1,70,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഉള്ളളമുള്ള ജെറുസലേം ദേവാലയം, 300 അടിയോളമുള്ള ഉയരമുള്ള കിഴക്കേ ഭിത്തി, അൾത്താരയുടെ ഭിത്തിയുള്ള 300 അടിയോളം ഉയരമുള്ള ജെറുസലേം ദേവാലയം. അത് ആലോചിക്കുമ്പോൾ അതിന്റെ വലുപ്പത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ദേവാലയത്തെ കുറിച്ച് അവർ പറഞ്ഞെന്നാണ് പറയുന്നത്, ഈ ദേവാലയം ഞാൻ തകർക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ദേവാലയം കടന്നത് സോളമനും, അത് പിന്നീട് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിലും 27-ാം അധ്യായത്തിലും നമുക്ക് വായിക്കുന്നത് പോലെ ബാബിലോൺ വിപ്രവാസത്തിന്റെ കാലത്ത് തകർക്കപ്പെടുകയും അതിനുശേഷം എസ്രാ നെഹെമ്യ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ അത് വീണ്ടും പണിയപ്പെടുകയും ഈശോയുടെ ജീവിത കാലഘട്ടത്തിൽ ഹെരോദേസ് രാജാവിന്റെ നേതൃത്വത്തിൽ അത് വീണ്ടും പുതുക്കിപ്പണിയുകയും ഒക്കെ ചെയ്തതാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അവൻ പറയുന്നത് ഇങ്ങനെയല്ല. അവൻ പറയുന്നത് ഇങ്ങനെ, നിങ്ങൾ ഈ ദേവാലയം തകർക്ക് 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കാം. എന്നിട്ട് യോഹന്നാൻ അവിടെ കൂട്ടിച്ചേർക്കുകയാണ്, അവന്റെ ശരീരമാകുന്ന ദേവാലയത്തെ കുറിച്ചാണ് അവനവിടെ പറഞ്ഞത്. ദൈവം മനുഷ്യരോട് കൂടെ താമസിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ദേവാലയം. അങ്ങനെയെങ്കിൽ മാംസരൂപത്തിൽ ദൈവം മനുഷ്യനായിട്ട് അവരുടെ കൂടെ വന്നു നിന്ന ഈശോ മിശിഹ തന്നെയാണ് യഥാർത്ഥ ദേവാലയം. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, നിങ്ങൾ ഈ ദേവാലയം തകർക്ക് 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കാമെന്ന്. അവനത് ഈ പീഡാനുഭവ യാത്രയിൽ അവർക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തതാണ്. ഈ പീഡാനുഭവ യാത്രയിൽ പുരോഹിത പ്രമുഖന്മാർ ചോദിക്കുന്ന അവസാനത്തെ ചോദ്യം ഇതാണ്. മറ്റൊരു ചോദ്യം അവന്റെ മുമ്പിൽ വിലപോയില്ല. നീ ദൈവപുത്രനായ മിശിഹായാണോ എന്നാണ് അവർക്കറിയേണ്ടത്. യഥാർത്ഥത്തിൽ അവരെന്താണോ അത് തന്നെയാണ് അവനോട് ചോദിക്കുന്നത്. സുവിശേഷ ഗ്രന്ഥങ്ങൾ മുഴുവനും ആകത്തുകയാണ് ഈ പറയുന്നത്. ആദ്യം എഴുതപ്പെട്ട സുവിശേഷമായ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതാണ് ദൈവപുത്രനായ ഈശോ മിശിഹായുടെ സുവിശേഷത്തിന്റെ ആരംഭം. ഏറ്റവും അവസാനം എഴുതപ്പെട്ട സുവിശേഷമായ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഇത് മുഴുവനും എഴുതപ്പെട്ടത് ഈ പറഞ്ഞ നസറായനായ ഈശോ ദൈവപുത്രനെന്നും മിശിഹായാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സുവിശേഷങ്ങളുടെ മുഴുവനും ആകത്തുകയായ ഈശോ മിശിഹ ദൈവപുത്രനാണെന്നും മിശിഹായാണെന്നുള്ള കാര്യം. അതാണ് ഈ പുരോഹിത പ്രമുഖന്മാര് അവനോട് ചോദിക്കുന്നത്. അതിനുത്തരമായിട്ട് സകലം പോലും അമാന്തമില്ലാതെ ഈശോ പറയുകയാണ്, അതെ ഞാൻ തന്നെ, ഇത് കേട്ട പുരോഹിത പ്രമുഖൻ ഒരിക്കലും ചെയ്യാനാവാത്തതുപോലെ, ചെയ്യാൻ പാടില്ലാത്തതുപോലെ പുരോഹിത പ്രമുഖൻ തന്റെ വിശുദ്ധ വസ്ത്രം വലിച്ചു കീറുകയാണ്. ദൈവദൂഷണം പറഞ്ഞു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇത് ദൈവദൂഷണമാകുന്നത്? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ ദൈവം ആദ്യമായിട്ട് സ്വന്തം പേര് വെളിപ്പെടുത്തുന്നത് ഇതാണ്, ഏകോഹേമി ഞാൻ ആകുന്നു, അപ്പോൾ ഈശോ മിശിഹ തന്നെ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുകയാണ്, ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. അവിടെ പലപ്പോഴും നമ്മളോട് പല സഹോദരങ്ങളും ചോദിക്കാറില്ലേ, ഈശോ ദൈവമാണെന്ന് സുവിശേഷത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അവന്റെ മരണത്തിന് പോലും കാരണമായത് അവൻ സത്യം പറഞ്ഞതുകൊണ്ടാണ്. ഞാൻ ദൈവമാണെന്ന് അർത്ഥശങ്കയില്ലാതെ അവൻ പറഞ്ഞതുകൊണ്ടാണ് അവൻ മരിക്കേണ്ടി വന്നത്. ഈശോ മിശിഹ പറഞ്ഞു, ഞാൻ ആകുന്നു. പീലാത്തോസിന്റെ അരമനയിലേക്ക് ഈ വിചാരണ നീളുകയാണ്. യഹൂദർക്കൊരിക്കലും, യഹൂദ മതവിഭാഗത്തിനൊരിക്കലും ഒരാളെ മരണത്തിന് വിധിക്കാൻ അന്ന് അധികാരമില്ലായിരുന്നു. കാരണം അവർ റോമൻ ഭരണത്തിന് കീഴിലായിരുന്നു. റോമൻ ഗവർണറുടെ പ്രത്തോറിയത്തിലേക്ക് നീണ്ട ഈ വിചാരണയിൽ ഈ
നിഷ്കളങ്കത ഈ പീലാത്തോസ് പലതവണ വിളിച്ചു പറഞ്ഞതാണ്. സത്യമായിട്ടും ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. ഊനമറ്റ കുഞ്ഞാടിനെ പോലെ അവൻ അവിടെ നിൽക്കുകയാണ്. ആർക്കും ഒരിക്കലും അവനിൽ ഒരു കുറ്റവും കണ്ടെത്താൻ സാധിക്കുന്നില്ല. എങ്കിലും സത്യബോധ്യമായിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കാത്തതിനാൽ അതുകൊണ്ടാണ് അവൻ കുരിശുമരണത്തിന് വിധിക്കപ്പെടുന്നത്. അധികാരത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദമാണ് പീലാത്തോസിനെ കൊണ്ട് ആ കുറ്റം ചെയ്യിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി എത്രയൊക്കെ തവണ നമ്മൾ ഈശോ മിശിഹായെ ഇതുപോലെ വിറ്റിട്ടില്ലേ? നമ്മുടെ ലാഭങ്ങൾക്ക് വേണ്ടി ഈശോ മിശിഹായെ സത്യത്തിനെ മറന്നുകൊണ്ട് കള്ളങ്ങളുടെ കൂടെ നിന്നിട്ടില്ലേ? അപ്പോഴെല്ലാം ഈ പീലാത്തോസിന്റെ മണമാണ് എനിക്കും ഉള്ളത്. തന്റെ ഭാര്യയെ ക്ലൗഡിയുടെ നിർബന്ധപ്രകാരം ഈശോയെ രക്ഷിക്കാൻ വേണ്ടി ഒരു അവസാന പരിശ്രമം കൂടി നടത്തുകയാണ് പീലാത്തോസ്. ആ നാട്ടിൽ ഏറ്റവും അറിയപ്പെടുന്ന നീചനായ കുറ്റവാളിയായ ബറബ്ബാസിനെ അവിടെ മുന്നിൽ കൊണ്ട് നിർത്തുകയാണ്. പെസഹ ദിവസം ഒരാളെ വിമോചിക്കുമെന്നുള്ള കാര്യം പീലാത്തോസിന് അറിയാമായിരുന്നു. യഹൂദർ ഒരിക്കലും രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ലാത്ത ബറബ്ബാസിനെ ഒരു തരത്തിന്റെ ദാസിന്റെ അപ്പുറത്ത് നിർത്തിക്കൊണ്ടാണ് ഈശോ മിശിഹായെ ഞാൻ രക്ഷിക്കട്ടെ എന്ന് പീലാത്തോസ് ചോദിക്കുന്നത്. ഏറ്റവും ഹീനനായവനെ പോലും, ഏറ്റവും പാപിയായവനെ പോലും കൈനീട്ടി സ്വീകരിച്ചിട്ടും പാപമില്ലാത്തവനെ പാപമാക്കി കുരിശിൽ തറയ്ക്കുവാൻ വേണ്ടി വെമ്പൽ കൊണ്ട ജനത്തെയാണ് നമ്മൾ അവിടെ കണ്ടുമുട്ടുന്നത്. ബറാബാസ് എന്ന വാക്കിന് വളരെയേറെ അർത്ഥമുണ്ട്. ബർ എന്ന് പറഞ്ഞാൽ മകൻ എന്നാണ്, അബ എന്ന് പറഞ്ഞാൽ അപ്പൻ എന്നാണ്, അപ്പന്റെ മകൻ എന്നാണ് ബറാബാസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. യഥാർത്ഥ അപ്പന്റെ യഥാർത്ഥ മകൻ, ദൈവപിതാവിന്റെ യഥാർത്ഥ മകൻ ഒരു വശത്ത് നിൽക്കുമ്പോൾ അതാ അപ്പന്റെ മറ്റു മക്കളായ മനുഷ്യകുലം മുഴുവനും മറ്റു വശത്ത് നിൽക്കുകയാണ്. പാപം ചെയ്ത മനുഷ്യകുലം മുഴുവനും ദാസൻ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഊനമറ്റ പാപമില്ലാത്ത യഥാർത്ഥ ദൈവപുത്രൻ മറ്റൊരു വശത്ത് നിൽക്കുകയാണ്. രണ്ട് ബറാബാസുമാർ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. ആരെ രക്ഷിക്കണമെന്ന് ജനം തീരുമാനിക്കുകയാണ്. അവർ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, ബറബ്ബാസിനെ വിമോചിപ്പിക്കുക, ഈശോയെ കുരിശിൽ തറയ്ക്കുക. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മരിച്ചത്, നമ്മുടെ രോഗങ്ങളാണ് അവൻ ചുമന്നത് എന്ന് വീണ്ടും ബറബ്ബാസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹെറോദേസിന്റെ അരമനയിലേക്ക് വീണ്ടും വിചാരണ നീളുകയാണ്. ആ ഒറ്റ ദിവസം കൊണ്ട് വർഷങ്ങളുടെ ശത്രുത അവസാനിക്കുകയാണ്. മനുഷ്യകുലത്തിന് മുഴുവനും അനുരഞ്ജനത്തിന് വേണ്ടിയാണ് ഈശോ മിശിഹാ മരിച്ചതെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി സുവിശേഷം എഴുതി വെക്കുകയാണ്. ആ ദിവസം മുതൽ ഹെറോദേസും പീലാത്തോസും തമ്മിൽ സുഹൃത്തുക്കളായി തീർന്നു. പ്രിയപ്പെട്ടവരെ, യഹൂദനായ ഹെറോദേസും വിജാതീയനായ പീലാത്തോസും ഇവര് രണ്ടുപേരുടെയും രണ്ടു കൂട്ടരുടെയും സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈശോ മിശിഹാ മരിച്ചതെന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ മിശിഹായുടെ സഹനത്തിൽ രണ്ടുപേരുടെയും പങ്കാളിത്തം ഉണ്ടായിരുന്നത്. അവന്റെ സഹനത്തിലും അവന്റെ കുരിശുമരണത്തിൽ അവർ പങ്കാളികളായതുപോലെ തന്നെ അവൻ നേടിയ രക്ഷയിലും ഈ ലോകം മുഴുവനുമുള്ള സകല മനുഷ്യരിൽ ഭാഗമാകാകണമെന്ന് തെളിയിക്കാൻ അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് അവൻ ശത്രുതയുടെ മതിലുകൾ അവസാനിപ്പിച്ചത്. ഇനി ഒരിക്കലും ശത്രുതയ്ക്കും വിദ്വേഷത്തിനും മനുഷ്യരുടെ ഇടയിൽ സ്ഥാനമുണ്ടാകരുത്, ക്ഷമിക്കണം, മറക്കണം, വിട്ടുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഈശോ മിശിഹാ കുരിശിൽ മരിക്കുന്നത്. തുടർന്ന് പത്രോസ് തള്ളി പറയുന്നതും പടയാളികൾ പീഡനമേൽപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കാണുകയാണ്. കുരിശ് യാത്രയിൽ രക്ഷയുടെ മുഖം സ്വീകരിച്ച ഒരേ ഒരാള് ഒരുപക്ഷെ പത്രോസ് ലീഹായാണ്. അവൻ ഈശോയെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞിട്ട് അവന്റെ ഒറ്റ നോട്ടത്തിൽ അനുതാപം നിറഞ്ഞ ഹൃദയവുമായിട്ട് അവൻ പൊട്ടിക്കരയുന്നത് കുരിശ് യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ വീഴ്ചയിൽ നിന്ന് പോലും ഏറ്റവും ഉയർച്ചയിലേക്ക് സഭയുടെ 1ാം സ്ഥാനത്തേക്ക് ഈ പത്രോസ് ലീഹ ഉയർത്തപ്പെടുന്നത്. നമ്മളെല്ലാവരും സഭയിൽ അംഗങ്ങളാണെങ്കിലും ഈ സഭ പരിശുദ്ധമാണെങ്കിലും നമ്മളെല്ലാം പാപികളാണെങ്കിലും ഈ സഭയിൽ നമുക്ക് എല്ലാവർക്കും സ്ഥാനമുള്ളതിന്റെ കാരണം അനുദപിക്കുന്ന ഹൃദയത്തോടെ അവന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാപങ്ങളും വായിക്കാൻ തയ്യാറായിരിക്കുന്നവനാണ് ഈശോ മിശിഹാ എന്നതുകൊണ്ടാണ്. വിശുദ്ധ അഗസ്തീനോസ് പറയുകയാണ്, വിശുദ്ധ കുരിശിനെ മായ്ക്കാൻ സാധിക്കാത്ത ഒരു പാപവും ഒരു മനുഷ്യനും ഇതുവരെയും ചെയ്തിട്ടില്ല. അനുദപിക്കുന്ന ഹൃദയം മാത്രമാണ് അവൻ ആവശ്യം. പടയാളികളുടെ നീണ്ട നില അവനെ പുച്ഛിക്കുകയാണ്, അടിക്കുകയാണ്, ഉൾമുടി ധരിപ്പിക്കുകയാണ്, തുപ്പുകയാണ്, അവന്റെ മേൽ അവഹേളനം വർഷിക്കുകയാണ്, കയ്പ് നീരുള്ള വിനാഗിരി അവനെ കുടിപ്പിക്കുകയാണ്, അവനെ വിവസ്ത്രനാക്കുകയാണ്, അവസാനം കുരിശിൽ തറയ്ക്കാൻ വേണ്ടി പോകുകയാണ്. എന്നാൽ ഐസഹാക്കിനെ പോലെ ബലിയർപ്പിക്കാനുള്ള വിറകം ചുമന്നുകൊണ്ട് മോറിയ മല നടന്നു കയറിയ ഐസഹാക്കിനെ പോലെ അതാ
ഈശോ മിശിഹ സ്വന്തം ബലിക്കുള്ള ആ വിറകും ചുമന്നുകൊണ്ട്, കുരിശും ചുമന്നുകൊണ്ട് കാൽവരി മല നടന്ന് കയറുകയാണ്. കുരിശിന്റെ വലതുവശത്ത് നല്ല കള്ളനെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഈശോയുടെ മരണത്തിന്റെ അർത്ഥം വെളിവാക്കപ്പെട്ട ഒരു സംഭാഷണം നമ്മൾ അവിടെ കാണുകയാണ്. അനുദപിക്കുന്ന മനുഷ്യവർഗത്തിന്റെ മുഴുവനും പ്രതീകമായിട്ട് ഒരു കുമ്പസാരക്കൂട്ടിലേക്ക് കൊണ്ടുകുത്തുന്ന മനുഷ്യനെ എന്ന പോലെ നല്ല കള്ളൻ വലതുവശത്തെ കുരിശിൽ കിടക്കുകയാണ്. അവന്റെ തെറ്റ് ബോധ്യപ്പെട്ട് അവൻ തന്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞപ്പോൾ രക്ഷ ശബ്ദമാക്കുന്നതാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഈശോ മിശിഹ അവനോട് പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലാണ്. ആദം നഷ്ടപ്പെടുത്തിയ പർദീസയിത നിന്നിൽ ആദ്യമായിട്ട് തിരിച്ച് മനുഷ്യവംശത്തിന് ലഭിക്കുകയാണ്. കുരിശിൽ ഈശോ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്റെ ശത്രുക്കൾക്ക് വേണ്ടി വാദിക്കുന്ന ഈശോയെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പ്രഭാഷണത്തിൽ അവൻ പറഞ്ഞത്, ഒരു കരണം കഴിക്കുന്നവന് മറ്റു കരണം കൂടി കാണിച്ചു കൊടുക്കണമെന്ന്, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നൊക്കെ പഠിപ്പിച്ച അവൻ തന്നെ തന്റെ കുരിശ് മരണത്തിൽ തന്റെ സഹനത്തിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ പീഡിപ്പിച്ച തന്റെ മുന്നിൽ നിൽക്കുന്ന യഹൂദർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. പഠിപ്പിക്കുന്നുള്ള ഒത്തിരി കാര്യങ്ങൾ ഈശോ മിശിഹ നമ്മെ. ക്ഷമിക്കാതിരിക്കാൻ നമുക്കൊരു ന്യായീകരണവും ഇല്ലെന്ന് ഈശോ മിശിഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. അവന്റെ മക്കളാണ് നമ്മളെങ്കിൽ ക്ഷമിക്കാനാവാത്തതായി ഒന്നുമില്ലെന്ന് അവൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവസാനം എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പിതാവിന്റെ കൈകളിലേക്ക് സ്വന്തം ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് യാത്രയാവുകയാണ്. എന്താണ് പൂർത്തിയായത്? ഈശോ മിശിഹായുടെ ദൈവം നിശ്ചയിച്ച പിതാവിന്റെ ഹിതം അത് പൂർത്തിയാവുകയാണ്. തിന്മയുടെ എക്കാലത്തേക്കുള്ള ഭരണം ഇവിടെ അവസാനിക്കുകയാണ്. മനുഷ്യകൾ മുഴുവനും ചുമക്കാനിരുന്ന പാപത്തിന്റെ ഭാരം ഇവിടെ അവസാനിക്കുകയാണ്. അതെ, എല്ലാം പൂർത്തിയാക്കി അവൻ പിതാവിന്റെ മടിയിലേക്ക് തലചായ്ച്ചുകൊണ്ട് കുരിശിൽ മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദുഃഖവെള്ളിയാഴ്ച നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ സഹനത്തിന്റെ രക്ഷാകര മൂല്യത്തെക്കുറിച്ചാണ്. സഹനത്തിലൂടെ അല്ലാതെ രക്ഷയില്ലെന്ന് വീണ്ടും 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 നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സഹനത്തിന്റെ വഴിയിലൂടെ നടന്നു നീങ്ങുന്നവർ നാളെ രക്ഷയുടെ തുറമുഖം കണ്ടുമുട്ടുമെന്ന് അവൻ സഹനത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും നമ്മളെ പഠിപ്പിക്കുകയാണ്. അവന്റെ സഹനം ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു സ്ത്രീ പറയുകയാണ്, അവന്റെ സഹനത്തിന്റെ കുറവിനെ ഞാൻ എന്റെ ശരീരത്തിൽ നികത്തി. പ്രിയമുള്ളവരെ, സഹിക്കുന്ന എല്ലാവർക്കും ഈശോ മിശിഹായുടെ മുഖമാണുള്ളത്. വേദനകളിലൂടെ കടന്നു പോകുന്നവർക്ക്, രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക്, എന്ത് ചെയ്തിട്ടും ജീവിതത്തിൽ നിന്ന് സഹനം അകലുന്നില്ലല്ലോ എന്ന് വിലപിക്കുന്നവർക്ക് എല്ലാവർക്കും ഈശോ മിശിഹായുടെ മുഖമാണുള്ളത്. ഈശോ പറഞ്ഞില്ലേ, തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക. ആദ്യം പരിത്യാഗമാണ് ആരംഭം, പിന്നെ കുരിശുമരണം. ഇതാണ് എല്ലാ ശിഷ്യന്റെയും ഭാഗതയെന്ന് ഈശോ മിശിഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സഹനമില്ലെങ്കിൽ, പരിത്യാഗമില്ലെങ്കിൽ, അവഹേളനമില്ലെങ്കിൽ ക്രിസ്ത്യാനി കരയണം. കാരണം അപ്പന്റെ വഴിയെ നടക്കാത്ത മക്കളായിട്ട് നമ്മൾ മാറും. സഹനമുണ്ടാകുമ്പോൾ കരയുകയല്ല, വിലപിക്കുകയല്ല വേണ്ടത്. സഹനമുണ്ടാകുമ്പോൾ സന്തോഷിക്കണം. കാരണം ഞാൻ എൻ്റെ അപ്പന്റെ വഴിയെ തന്നെ നടക്കുകയാണ്. അവൻ സ്വീകരിച്ച അതേ ഉദ്ധാനം ഞാനും സ്വീകരിക്കാൻ പോവുകയാണ് എന്ന് ഈശോ മിശിഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. നല്ല കള്ളനും പത്രോസും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമുണ്ടല്ലോ, അനുതാപമാണ് രക്ഷ സ്വീകരിക്കാനുള്ള വാതിലെന്ന്. രക്ഷയുടെ കാശ് രുചിക്കാൻ, സ്വർഗത്തിന്റെ താക്കോൽ തുറക്കാനുള്ള വഴി അനുതാപമാണെന്ന് പത്രോസും നല്ല കള്ളനുമൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ മിശിഹ നമ്മളെ പഠിപ്പിക്കുകയാണ്, സ്നേഹത്തിന്റെ, ക്ഷമയുടെ, കരുണയുടെ മുഖമുള്ളവരായി തീരുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കണമെന്ന്. തന്നെ ഉപദ്രവിച്ചവരോട്, തന്റെ മേൽ വിദ്വേഷ വർഷം ചൊരിഞ്ഞവരോട്, തന്റെ ശത്രുക്കളോടെല്ലാം കരുണ കാണിച്ചവൻ നമ്മളോട് പറയുകയാണ്, പ്രിയമുള്ളവരെ, രക്ഷ സ്വന്തമാക്കണമെങ്കിൽ, ബലി തുടങ്ങണമെങ്കിൽ അനുരഞ്ജിതമായ ഹൃദയം വേണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അന്നാം പെസഹ തിരുനാളിൽ നമ്മൾ പാടുമ്പോൾ ജനം മുഴുവനും ഒന്നായിട്ട് ഉച്ചത്തിൽ മറുപടി പറയും, അനുരഞ്ജിതനായി തീർന്ന പുതിയ ഹൃദയത്തോടെയാണ് ഞങ്ങൾ ബലിയർപ്പിക്കാൻ വന്നത്. സഭയിൽ നമ്മളെല്ലാവരും ഒരു ശരീരമായി തീരുമ്പോൾ, ഒരിടവകയിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഈശോ മിശിഹാ ശിരസ്സ് നമ്മുടെ അവയവങ്ങളുമായി തീരുമ്പോൾ, നമ്മുടെ ഇടയിൽ ഒരു തരത്തിലുള്ള ശത്രുതയും ഉണ്ടാകാൻ പാടില്ല, ഒരു തരത്തിലുള്ള വിദ്വേഷവും ഉണ്ടാകാൻ പാടില്ല, ഒരു തരത്തിലുള്ള അനുരഞ്ജന കുറവുകളും ഉണ്ടാകാൻ പാടില്ല എന്ന് ഈശോ മിശിഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ഇടവക ജനമെന്ന രീതിയിൽ നമ്മൾ സമ്മേളിക്കുമ്പോൾ ഒരു തരത്തിലും നമ്മൾ തമ്മിൽ അനുരഞ്ജനത്തിന് ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല.
സഹോദരങ്ങൾ തമ്മിൽ പോലും, രക്തബന്ധമുള്ളവർ തമ്മിൽ പോലും വിദ്വേഷമുള്ളിടത്താണ് ഈശോ മിശിഹായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അനുരഞ്ജനപ്പെട്ട ഹൃദയത്തിലല്ലാതെ നിങ്ങൾ അർപ്പിച്ച വിശുദ്ധ കുർബാന അർപ്പണങ്ങളെല്ലാം വെറുതെയാണ്. അതൊന്നും വിശുദ്ധ ബലിയല്ല എന്നവൻ പറയുകയാണ്. ആദ്യം പോയി അനുരഞ്ജനപ്പെട്ടിട്ട് വാ, എന്നിട്ട് ബലിയർപ്പിക്കാം എന്ന് നമ്മളോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ദുഃഖ വെള്ളിയാഴ്ച അവൻ നമ്മെ പഠിപ്പിച്ച ഈ പാഠങ്ങളെല്ലാം ജീവിതത്തിലേക്ക്, ജീവിതം കൊണ്ട് പകർത്തി എഴുതുവാൻ നമുക്ക് സാധിക്കട്ടെ. ക്രൂശിതനെ കണ്ടുകൊണ്ട് ഇന്ന് മനസ്സാന്തരപ്പെടുവാൻ ആർക്കും സാധിക്കുന്നില്ല. അവന്റെ ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ചു. ഇനി നമുക്ക് കാണാനുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളാണ്. അത് വായിച്ചെടുക്കാൻ ഈ പിണാർത്ത ദിവസം നമ്മുടെ ചുറ്റിലുമുള്ള മറ്റെല്ലാ ജനത്തിനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നല്ല സന്ദേശങ്ങളുണ്ട്. നമ്മുടെ പോനമറ്റ കുഞ്ഞാടിൽ തുടങ്ങി ഊഴം കാത്ത് വേണ്ടി ബലിയർപ്പിച്ച് ബലിയർപ്പണത്തിൽ വന്ന് നൽകുന്ന ചിന്തകളും സന്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ട് ഈ നല്ല ദിവസം സാധിക്കട്ടെ എന്നുള്ള ദൈവമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും തുടർന്ന് നമ്മുടെ നഗരി കാണിക്ക പ്രദക്ഷിണം ഇറങ്ങേണ്ട സമയമാണ്. അതിൻ്റെ ചില നിർദ്ദേശങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താം. നഗരി കാണിക്ക പ്രദക്ഷിണത്തിൽ നമ്മുടെ നേരെ പടിഞ്ഞാറേ കുരിശടി വരെ പോയി തിരികെ പോരുന്ന ക്രമമാണ്. ഇരുവശങ്ങളിലുമായി ആളുകൾ നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കാം. രണ്ട് വശത്തുമായിട്ട് ആൾക്കാർ നിൽക്കട്ടെ. നടുവിലൂടെ നമുക്ക് ഈശോയുടെ നഗരി കാണിക്കുന്ന രൂപം നമുക്ക് കൊണ്ടുപോകുവാനും തിരികെ വരുവാനും സാധിക്കട്ടെ. ദേവാലയത്തിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ രൂപം മുത്തുവാനായിട്ടുള്ള സമയമാണ്. രൂപം മുത്തുവാനായിട്ട് ആരും തിരക്ക് കൂട്ടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിവിടെ പള്ളിക്കകത്ത് രണ്ടു വശത്തും നടുക്കൂടെ ഇനി ഒരു വരി ബെഞ്ച് കൂടെ ഇടുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ രണ്ട് വരിയായിട്ട് ഇരുവശങ്ങളിലൂടെ മുമ്പോട്ട് വന്ന് നമ്മുടെ ദേവാലയത്തിന്റെ ആനുവാതിലൂടെ അകത്തേക്ക് കയറി ദേവാലയത്തിന്റെ കിഴക്കുന്ന രണ്ടാമത്തെ വാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന രീതിയിൽ വഴി അഗ്രമായിരിക്കും ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെ ഇറങ്ങുവാനായിട്ട് ശ്രദ്ധിക്കാം. ഈശോയുടെ പാദത്തിന്റെ ഇരുവശങ്ങളിലും രണ്ട് വശങ്ങളിലും ഇടതും വലുതുമായ വശങ്ങളിൽ നിന്ന് പാദങ്ങൾ തൊട്ട് വന്നിച്ച് നമുക്ക് നേർച്ചയും വാങ്ങി നമുക്ക് നേർച്ച സമർപ്പിച്ച് നമുക്ക് പോകുവാനായിട്ട് സാധിക്കും. ഈ ബെഞ്ച്, നടുക്കുള്ള ബെഞ്ചിന്റെ ഏറ്റവും അറ്റത്ത് നേർച്ച പെട്ടി വെക്കുന്നുണ്ട്. ഇന്നത്തെ നേർച്ച നമുക്കറിയാം, അത് വിശുദ്ധ നാടിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് നൽകുവാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും അതിനോട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണമെന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി മുത്തുവാനായിട്ട് വരുമ്പോൾ എല്ലാവരും കൂടി ആദ്യമേ തന്നെ മുത്തണമെന്ന് വിചാരിക്കേണ്ട. നമുക്ക് സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് വന്ന് മുത്തി പോകുവാനായിട്ട് സാധിക്കട്ടെ. നമുക്ക് ഇതേ സമയത്ത് തന്നെ പുറത്ത് നമുക്ക് നേർച്ചയായിട്ട് നമ്മുടെ കഞ്ഞി ഉണ്ട്. കഞ്ഞിയുടെ വിതരണവും നടക്കുന്നതാണ്. കുറെ പേര് ആദ്യമേ പോയി ഭക്ഷണം കഞ്ഞി കുടിക്കുവാനായിട്ട് പോവുക. അവർ കഞ്ഞി കുടിച്ചതിന് ശേഷം വന്ന് നേർച്ച മുത്തുവാനായിട്ട് വന്നാൽ മതിയാകും എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മുത്താനായിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ നല്ല ശ്രദ്ധയായിരിക്കുക. മാന്യമായിട്ട് ഇടിവെക്കാതെ തിരക്ക് കൂട്ടാതെ കൃത്യതയോടുകൂടി വന്ന് മുത്തുവാനായിട്ട് ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ആകപ്പാട് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷമൊക്കെ കണ്ടത് രൂപം നമ്മൾ കയറാൻ പോകുന്ന സമയത്ത് ആനവാദങ്ങൾ കൊണ്ട് വലിയ ഇടിയുണ്ടല്ലേ, അതോടെ ഒതുക്കി കൊടുക്കുക. രൂപം അകത്ത് പ്രവേശിച്ച് കഴിയുമ്പോൾ ആനവാദന ചെറുതായിട്ടൊന്ന് ചാരിയില്ല കേട്ടോ. അപ്പോൾ ആരും തിരക്ക് കൂട്ടാതിരിക്കുക. രൂപം കൂടെ കൊണ്ട് ഉറപ്പിച്ച് വെച്ചതിന് ശേഷം രൂപം കൊണ്ടുവന്ന വ്യക്തികൾ നിർത്തിയിട്ട് വേഗം ഒരു മാറിത്തരും. അതനുസരിച്ച് നിങ്ങളെ രണ്ട് നിരകളായകത്തേക്ക് കടത്തി വിടുന്നുണ്ടാവും. അതുകൊണ്ട് ഈ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം കൃത്യതയോടുകൂടി പാലിക്കണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും അവസാനത്തെ വ്യക്തിയും രൂപം മുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ രൂപം